Very good morning, my dear students. Today we are going to discuss about the vital sign temperature. Okay, we know what is vital sign, and we have discussed about a vital sign blood pressure previously. So today we are going to discuss about the temperature. Okay, a healthy human body is able to self-regulate through homeostasis, which is the body's natural ability to maintain a stable environment by correcting abnormal conditions and balancing bodily processes. Okay, vital signs are indicators of body's ability to maintain homeostasis. ഒരു മനുഷ്യ ശരീരത്തിലെ ഹോമിയോസ്റ്റാസിസ് അതായത് അവസ്ഥ ബോഡിയുടെ നാച്ചുറൽ എബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട് അബ്നോർമൽ കണ്ടീഷനൊക്കെ കറക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ ഒരു ബാലൻസിങ് പ്രോസസ്സുകളുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് വെച്ചാൽ വൈറ്റൽ സയൻസ് നോക്കിയിട്ടാണ്. വൈറ്റൽ സയൻസ് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബോഡീസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. അതായത് ഒരേപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആളുകളുടെയും ശരീരത്തിലെ ഇന്റേണൽ ആയിട്ടുള്ള അവസ്ഥകൾ ഒരേപോലെ തന്നെ ആവണം അല്ലേ? ടെമ്പറേച്ചർ ആയാലും ശരി, പൾസ് ആയാലും ശരി, ബ്ലഡ് പ്രഷർ ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്? വൈറ്റൽ സയൻസ്. ഒരു ആളുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് എൻവയോൺമെന്റിലെ അതായത് ബോഡിയുടെ ഉള്ളിലുള്ള അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഈ വൈറ്റൽ സൈനിലൂടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൈറ്റൽ സൈൻസ് നോർമൽ അല്ലെങ്കിൽ എന്താണ്? BP ഹൈ ആണ്, അല്ലെങ്കിൽ പൾസ് റേറ്റ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ആ ഹോമിയോസ്റ്റാസിസിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ എന്നൊക്കെ ഒക്കെയാണ് എന്ത്? മെയിൻ ആയിട്ടുള്ള വൈറ്റൽ സൈൻസ്. പിന്നെ പെയിൻ ഒരു ഫിഫ്ത്ത് വൈറ്റൽ സൈൻ ആയിട്ട് പറയുന്നുണ്ട്, പിന്നീട് പിന്നീട് ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ മേജറായിട്ട് നമ്മൾ എന്തൊക്കെയാണ് വൈറ്റൽ സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും BP ആണ്. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടെമ്പറേച്ചർ. സോ ഇതൊക്കെയാണ് എന്തുണ്ട്? ബോഡിയിലെ വൈറ്റൽ ഫങ്ഷൻസ്, അതായത് ബോഡി ജീവൻ നിലനിർത്തുന്ന ഉള്ള ഫങ്ഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളതിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സയൻസ് ആണിത്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദി പേഷ്യൻസ് ഫിസിക്കൽ വെൽബീയിങ്. അയാൾക്ക് നോർമൽ ആണോ, അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ വൈറ്റൽ സയൻസ് മെഷർ ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ദിസ് വൈറ്റൽ സയൻസ് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ് ആൻഡ് കാൽക്കുലേറ്റഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് ആക്യുറസി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വൈറ്റൽ സയൻസ് ആണ്, അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം, നല്ല ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, പൾസ് നോക്കുക, റെസ്പിറേഷൻ നോക്കുക, റേറ്റ് നോക്കുക, ബ്ലഡ് പ്രഷർ നോക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അയാളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതിന് റിഫ്ലക്ഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട്, അതായത് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വൈറ്റൽ സയൻസ് കൊണ്ട് മാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ വൈറ്റൽ സയൻസിലെ ഡിഫറൻസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മുടെ അടിയന്തര ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ കുറിച്ചുള്ള ഒരു സൂചന ഈ വൈറ്റൽ സയൻസ് നൽകുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ? നമ്മൾ വൈറ്റൽ സയൻസ് എപ്പോഴും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് വെറുതെ ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഇസ് ഇറ്റ് ക്ലിയർ? വെൻ ടു മെഷർ വൈറ്റൽ സയൻസ്? എപ്പോഴൊക്കെയാണ് നമ്മൾ വൈറ്റൽ സയൻസിനെ മെഷർ ചെയ്യുക? ഒരാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാവും 8 hours അല്ലെങ്കിൽ 4 മണിക്കൂറിൽ ചെയ്യണം, എവരി 4 മണിക്കൂർ ചെയ്യണം, അല്ലെങ്കിൽ എവരി 8 hours ചെയ്യണം. അങ്ങനെയൊക്കെ സജഷൻസ് ഉണ്ടാവും. ഒരു ഹൈ ബ്ലഡ് പ്രഷറുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ അവേർലി മോണിറ്റർ ചെയ്യേണ്ടി വരും. പൾസ് റേറ്റ്, കാർഡിയക് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ അവേർലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ആയിരിക്കും, 24 hour മോണിറ്റേർഡ് ആയിരിക്കും. അങ്ങനെ ഓരോ രീതിയിൽ അക്കോർഡിംഗ് ടു ദ പേഷ്യൻസ് നെസസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്, വൈറ്റൽ സയൻസ് മെഷർ ചെയ്യുന്നത്.
ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയേഴ്സ്, നിർബന്ധമായിട്ട് ഒരു സർജറി അല്ലെങ്കിൽ ഒരു ഇൻവെസീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ഫോർ എക്സാമ്പിൾ എൻഡോസ്കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മുൻപേ പിൻപേ ആ പ്രൊസീജിയറിൽ അത് ചെയ്യുന്നതിൻ്റെ, ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ മുൻപേ പിൻപേയും അല്ലെങ്കിൽ ഒരു അനസ്തീഷ്യ കൊടുക്കുന്നതിൻ്റെ മുൻപേ പിൻപേ ഒക്കെ എന്ത് ചെയ്യും, വൈറ്റൽ സയൻസ് ഡ്യൂറിങ് ദ പ്രോസസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. പിന്നെ ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ബ്ലഡ് വേറൊരാളുടെ ബ്ലഡ് നമ്മൾ എടുത്തിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യില്ലേ, ബ്ലഡ് രക്തം കയറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ? അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ പിന്നെ പേഷ്യൻസ് ജനറൽ കണ്ടീഷൻ ചേഞ്ചസ്, അതൊരു പേഷ്യന്റിന് തോന്നുകയാണ് ഇയാളുടെ BP കൂടുന്നുണ്ട്, ഇയാളുടെ റെസ്പിറേറ്ററി റേറ്റ് കുറയാണ്, പൾസ് റേറ്റ് കുറയാണ്, പേഷ്യന്റ് വീക്ക് ആവാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, പേഷ്യന്റ് മിണ്ടുന്നില്ല, മിണ്ടാട്ടം നിലച്ചു, അല്ലെങ്കിൽ തലകറങ്ങി വീണു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരാൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ വൈറ്റൽ സയൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. പൾസും റെസ്പിറേഷനും ടെമ്പറേച്ചറും BPയും ഒക്കെയാണ് നമ്മൾ നോക്കുക. എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, സോ അഗെയിൻ വിൽ ടെൽ എന്താണ് വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് ആർ ദ മെഷർമെന്റ്സ് ഓഫ് ബോഡീസ് മോസ്റ്റ് ബേസിക് ഫങ്ഷൻസ്. 4 main vital signs routinely monitored by medical professionals and healthcare providers include the following. Okay, so vital signs are endane measurements of body's most basic functions. Okay, body temperature, pulse rate, respiratory rate എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ബ്രീത്തിങ്, നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നുള്ളതാണ് റെസ്പിറേറ്ററി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബ്ലഡ് പ്രഷർ ഈസ് നോട്ട് കൺസിഡർഡ് vital sign but is often measured along with the vital signs. Vital signs are useful in detecting and monitoring the medical problems. Okay, ഒരു മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ആരാണ്, ഡിറ്റക്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻ ക്യാൻ ബി മെഷേർഡ് ഇൻ എ മെഡിക്കൽ സെറ്റിംഗ്, അറ്റ് ഹോം, അറ്റ് സൈറ്റ് ഓഫ് മെഡിക്കൽ എമർജൻസി ഓർ എൽസ്വെയർ. എവിടെയാണെങ്കിലും നമുക്ക് വൈറ്റൽ സയൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല. ഓക്കെ, സോ വൈറ്റൽ സയൻസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. വിൽ ഗോ ടു ദ വൈറ്റൽ സൈൻ. ടെമ്പറേച്ചർ എന്താണ്, വാട്ട് ഈസ് ബോഡീസ് ടെമ്പറേച്ചർ അറിയോ നിങ്ങൾ? ശരീര ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഊഷ്മാവ് ഉണ്ട് അല്ലേ? അത് അന്തരീക്ഷത്തിലെ ഊഷ്മാവും പിന്നെ ശരീരത്തിനുള്ളിലെ ഊഷ്മാവും ഒരേപോലെയാണോ? നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ പേഴ്സൺ വേരീസ്. എല്ലാ ആളുകളുടെയും ടെമ്പറേച്ചർ ഒരേപോലെയല്ല, ഡിഫറെൻ്റ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജെൻഡർ, ആണാണോ പെണ്ണാണോ, അയാൾ റീസെൻറ്റ് ആക്ടിവിറ്റി, അയാൾ എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് കൺസപ്ഷൻ, എങ്ങനത്തെ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ്, അല്ലെങ്കിൽ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്, സമയം, രാവിലെ ആണോ വൈകുന്നേരമാണോ, പിന്നെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സ്റ്റേജ്, ഇതൊക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നോർമൽ ബോഡി ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് ഫ്രം 97.8 degrees of Fahrenheit or 36.5 degrees Celsius to 99 degrees, that means 37.2 degrees Celsius. ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൽട്ടിന്റെ നോർമൽ ബോഡി ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. 36.5 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 37.2 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതിങ്ങനെ അക്കോർഡിംഗ് ടു ദി ജെൻഡർ, ആണാണോ പെണ്ണാണോ, അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ, അയാളുടെ ഫുഡ് ഇൻടേക്ക്, ഫ്ലൂയിഡ് ഇൻടേക്ക്, എപ്പോഴാണ് നമ്മൾ ഈ വൈറ്റൽ സൈൻ മെഷർ ചെയ്തത്, സ്ത്രീകളിലാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിള്, അങ്ങനെ ഒക്കത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിയിരിക്കും. എന്നാലും ഒരു ആവറേജ് പറയുന്നത് 36.5 to 37.2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഒരു ഹെൽത്തി അഡൽട്ടിന്റെ ബോഡി ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ബോഡി ടെമ്പറേച്ചർ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നത്? തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്, അറിയാലോ. സോ there are different types of thermometers. നിങ്ങളിപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ, COVID-19 കാലഘട്ടത്തിൽ എപ്പോഴും എല്ലാ ആളുകളും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ സ്കൂളിൽ വരികയാണെങ്കിലും എക്സാമിന് വരികയാണെങ്കിലും ഒക്കെ
ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്. ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിലും ഒക്കെ നോക്കുന്നുണ്ട് അല്ലേ. സോ അതൊക്കെ എങ്ങനെയുള്ള തെർമോമീറ്ററുകളാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. There are many types of thermometers available for measuring the body temperature. Okay, in 2002, American Hospital Association agreed to eliminate the mercury from the healthcare environment because of the frequency of breakage and the potential danger of mercury. ഓക്കെ, മെർക്കുറി തെർമോമീറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് പൊട്ടിയിട്ട് ഈ മെർക്കുറി ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ പൊട്ടിയിട്ട് ഉണ്ടാവാനുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെർക്കുറി ടൈപ്പ് ഓഫ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അത് കാണുന്നുണ്ട്. ഇലക്ട്രോണിക് തെർമോമീറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓറൽ, അതായത് വായ വഴി, റെക്റ്റൽ മലദ്വാരം വഴി, ആൻഡ് ആക്സിലറി ബോഡി ടെമ്പറേച്ചർ. നമ്മൾ കൈ പൊക്കിയിട്ട് തൊക്കിന് ഉള്ളിൽ വെക്കുന്ന കണ്ടിട്ടില്ലേ, ആക്സില ഇതിൽ വെച്ച് റീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അങ്ങനെയൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും, ഈ ഇലക്ട്രോണിക് തെർമോമീറ്റർ ഉപയോഗിക്കും. ദ മീറ്റർ പ്രോബ്സ് ആർ കളർ കോഡഡ്. Blue for both oral and axillary and red for rectal. ഓക്കെ, ഈ ഇതിൻ്റെ പ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ തൊടുന്ന ആ ഭാഗമാണ്. ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്ഡ് ടു എ ബാറ്ററി യൂണിറ്റ് ബൈ എ ഫ്ലെക്സിബിൾ കോഡ്. എ നോൺ ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് ഡിസ്പോസൽ പ്രോബ് കവർ ഫിറ്റ് ഓവർ ദ മെറ്റൽ പ്രോബ് ടു പ്രൊവൈഡ് ഈച്ച് പേഷ്യൻറ്റ് വിത്ത് എ ന്യൂ ആൻഡ് സാനിറ്ററി തെർമോമീറ്റർ. അതിൻ്റെ മുകളിൽ ഒരു കവർ ഇടും, പ്ലാസ്റ്റിക് കവർ, ഒരു കോട്ടിംഗ് ആയിട്ട്. അപ്പോൾ ഒരാളെ വായിൽ വെച്ച് സാധനം വേറെ ഒരാൾക്ക് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ആ കവർ ഊരി കഴിഞ്ഞാൽ അതെന്തായി, ഡിസ്പോസിബിൾ കവറാണ് ഉപയോഗിക്കുക. അത് സാനിറ്റൈസ് ചെയ്തു, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ആൻഡ് ഇലക്ട്രോണിക് തെർമോമീറ്റേഴ്സ് ആർ ടൈം സേവിങ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഇറ്റ്സ് പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡും പ്ലഗ് ചെയ്യുന്ന ടൈപ്പും രണ്ടും ഉണ്ട്. ഓക്കെ, ചാർജ് ചെയ്തിട്ട് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള രണ്ട് ടൈപ്പും അവൈലബിൾ ആണ് ഇലക്ട്രോണിക് തെർമോമീറ്റേഴ്സ്. ദെൻ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് ആർ ആക്യുറേറ്റ്, ഈസി ടു റീഡ്, സാനിറ്ററി ആൻഡ് ഫാസ്റ്റ്. പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ്, ആക്യുറേറ്റ് ആണ്, എളുപ്പമാണ് വായിക്കാൻ. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ദേ റിക്വയർ വെരി മിനിമൽ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ. ദേ ആർ ബാറ്ററി ഓപ്പറേറ്റഡ് ആൻഡ് കണ്ടെയ്ൻസ് എ പ്രോബ് കണക്റ്റഡ് ടു ദി ചിപ്പ്, microprocessor chip, which translate the signal into degrees and sends temperature measurements to a digital display, and can be used for oral, rectal and axillary measurements. The same. And infrared thermometers. Okay, the temporal artery thermometer measures blood flow through the superficial temporal artery. For this, you can sweep an infrared scanner across the forehead or just behind the ear. After screening, the reading appears on the screen. And tympanic and temporal artery temperatures are considered reliable, non-invasive measures of core temperature. Tympanic എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ അവിടെ അല്ലെങ്കിൽ തലയിൽ വെച്ച് ടെമ്പോറൽ ഏരിയയിൽ അല്ലെങ്കിൽ ടിംബാനിക് ചെവിയുടെ സൈഡിൽ ഒക്കെ വെച്ചിട്ട് നോക്കുന്നതാണ്. ജസ്റ്റ് ബിഹൈൻഡ് ദ ഇയർ അല്ലെങ്കിൽ ഫോർഹെഡിൻ്റെ അവിടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവോ. പിന്നെ ഇത് വെച്ചിട്ട് ഈ ഇൻഫ്രാറെഡ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത് ശരീരത്തിൽ തൊടുന്നില്ല, ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. മെർക്കുറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, മുൻപ് പറഞ്ഞു 2002 അമേരിക്കൻ ഹോസ്പിറ്റൽ അസോസിയേഷനൊക്കെ അത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. കാരണം മെർക്കുറി ഒരു കെമിക്കൽ ആയതുകൊണ്ട്. It's a glass tube with mercury inside the tube and tube goes underneath the tongue or axilla. നാവിൻ്റെ താഴെ വെക്കും, അല്ലെങ്കിൽ കൈ പൊന്തിച്ചിട്ട് തൊക്കിൽ വെക്കും അല്ലേ, അല്ലെങ്കിൽ റെക്റ്റം. ആൻഡ് ദ ബോഡി ടെമ്പറേച്ചർ വിൽ കോസ് ദ മെർക്കുറി ടു റൈസ് ഇൻസൈഡ് ദ ട്യൂബ്. എന്നിട്ട് അപ്പോൾ എന്ത് ചോദിച്ചാൽ ചൂട് ബോഡിയുടെ ടെമ്പറേച്ചറിനനുസരിച്ച് അതിനുള്ളിലെ മെർക്കുറി മുകളിലേക്ക് പൊന്തി വരും. എന്നിട്ട് നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ റീഡിങ്സ് ഉണ്ടാവും, ആ ട്യൂബിൻ്റെ മുകളിൽ. അത് നോക്കിയിട്ടാണ് നമ്മൾ മെർക്കുറി ടൈപ്പ് ഓഫ് തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്.
Okay, so orally temperature can be taken by mouth using either the classic glass thermometer or more modern digital thermometers that use an electronic probe to measure body temperature. Orally എന്ന് പറഞ്ഞാൽ വായ വഴി, ഓക്കെ, വായിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. Then rectally temperature taken using a glass or digital thermometer tend to be 0.5 to 7 degrees Fahrenheit higher than when taken by mouth. വായിൽ എടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും, ഒരു 0.5 to 0.7 ഡിഗ്രീസ് ഓഫ് ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും എന്ത് റെക്ടലി നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്താൽ. ദാറ്റ്സ് നോർമൽ. ദെൻ ആക്സിലറി ടെമ്പറേച്ചർ ക്യാൻ ബി ടേക്കൺ അണ്ടർ ദ ആം യൂസിങ് എ ഗ്ലാസ് ഓർ ഡിജിറ്റൽ തെർമോമീറ്റർ. കൈ പൊന്തിച്ചിട്ട് ത്വക്കിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ആക്സിലയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ ടേക്കൺ ബൈ ദിസ് റൂട്ട് ടെൻ ടു ബി 0.3 to 4 degrees Fahrenheit lower than those temperature taken by mouth. വായിൽ എടുത്തതിനേക്കാളും 0.3 to 4 degrees of Fahrenheit കുറവായിരിക്കും, വായിലായിരിക്കും കൂടുതൽ. കാരണം തന്നെ പുറത്താണല്ലേ വെക്കുന്നത്, മറ്റേത് ഉള്ളിലാണ് വെക്കുന്നത്. So by ear, a special thermometer can quickly measure the temperature of the eardrum, which reflects the body's core temperature. Core temperature എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ടെമ്പറേച്ചർ ആണ്, ഉള്ളിലുള്ള ടെമ്പറേച്ചർ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. Then by skin can quickly measure the temperature of the skin on the forehead. By skin ആണ് നമ്മൾ എവിടെയും കയ്യിലും ഒക്കെ വെച്ച് നോക്കുന്നത്. ഇൻഫ്രാറെഡ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ മേ ബി അബ്നോർമൽ ഡ്യൂ ടു ഫീവർ, ഹൈ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഹൈപ്പോതെർമിയ, ലോ ടെമ്പറേച്ചർ ആണ്. ഒരു ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഇൻഡിക്കേറ്റഡ് വെൻ ബോഡീസ് ടെമ്പറേച്ചർ റൈസസ് അബൌട്ട് 1 degree or more over the normal temperature of 98.6 degree. So Fahrenheit 98.6 degree ഫാരൻഹീറ്റിൽ നിന്നും 1 ഡിഗ്രി കൂടുതലായാലാണ് എന്തിനു പറയുന്നത്? ഫീവർ എന്ന് പറയുന്നത്. ഫീവർ എന്ന് പറഞ്ഞാൽ പനി അല്ലേ? And hypothermia is defined as a drop in body's temperature below 95 degrees of Fahrenheit. ഹൈപ്പോ മീൻസ് കുറവാണ്, ചൂട് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെമ്പറേച്ചർ ആൾട്ടറേഷൻ എന്തൊക്കെയാണ് വരുന്നത്? ഫീവർ എന്ന് പറയുന്ന വേറൊരു പേരാണ് പൈറക്സിയ. ദ ബോഡി ടെമ്പറേച്ചർ എബോ 30 degree centigrade ആണ്. And when body is in a feverish state, it is producing more heat than it is losing. ബോഡി ശരീരത്തിൽ നമുക്ക് പനി ഉണ്ടാവുന്ന സമയത്ത് ഈ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഫെബ്രൈൽ എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ്? വേഴ്സസ് എഫെബ്രൈൽ. ഫെബ്രൈൽ എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ കോസ്ഡ് ബൈ ഫീവർ ഇസ് ടേംഡ് ആസ് ഫെബ്രൈൽ. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഫെബ്രൈലാണ്, ഡോക്ടേഴ്സ് സംസാരിക്കുന്ന സമയത്തേക്ക് എഫെബ്രൈലാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഫീവർ ഉണ്ടെങ്കിലാണ് അതിനെ എന്ത് പറയാ? ഫെബ്രൈൽ. എ കണ്ടീഷൻ നോട്ട് കോസ്ഡ് ബൈ ഫീമെയിൽ ഈസ് ടേംഡ് എഫെബ്രൈൽ. പനി ഇല്ലെങ്കിൽ അതിനെ എഫെബ്രൈൽ എന്നുള്ള ഒരു അവസ്ഥയാണ്. പനി ഉണ്ട്, പനിയുടെ കൂടെ ആണെങ്കിൽ ഫെബ്രൈൽ എന്ന് പറയും. പനി കാരണമല്ലെങ്കിൽ, ഒരു അവസ്ഥ പനി കാരണമല്ലെങ്കിൽ എഫെബ്രൈൽ എന്ന് പറയും. എക്സാമ്പിൾ, ഒരു ഫെബ്രൈൽ സീസർ എന്ന് പറഞ്ഞാൽ പനി കാരണമായിട്ടുണ്ടാവുന്ന അപസ്മാരം. എഫെബ്രൈൽ സീസർ എന്ന് പറഞ്ഞാൽ പനി കാരണമല്ല, വേറെ എന്തെങ്കിലും കാരണമായിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഫെബ്രൈൽ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ കോസ്ഡ് ബൈ ഫീവർ. കണ്ടീഷൻ നോട്ട് കോസ്ഡ് ബൈ ഫീവർ ആണെങ്കിൽ എഫെബ്രൈൽ. അത് എന്ത് കണ്ടീഷൻ ആയാലും ശരി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെബ്രൈൽ സീസർ എന്ന് പറഞ്ഞാൽ പനി ഉണ്ടായിട്ടുള്ള അപസ്മാരം. എഫെബ്രൈൽ സീസർ എന്ന് പറഞ്ഞാൽ പനി ഇല്ലാതിരിക്കുന്ന, പനി കാരണമല്ലാതെ വന്ന ഒരു അപസ്മാരം. അങ്ങനെ ഓരോ കണ്ടീഷനും അങ്ങനെ നമ്മൾ ഫെബ്രൈൽ ആണോ എഫെബ്രൈൽ ആണോ എന്ന് ചില കണ്ടീഷനിലൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഫെബ്രൈൽ എന്ന വേർഡും എഫെബ്രൈൽ എന്ന വേർഡും നോട്ട് ചെയ്യാം. ഓക്കെ, then hypothermia, when the body's temperature exceeds 106.7 degrees of Fahrenheit or 41.5 degree centigrade, a serious condition known as hyperpyrexia or hyperthermia develops. മറ്റേത് ഫീവർ ആണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് എന്ത്? പനിയും കടന്നു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഹൈപ്പർപൈറക്സിയ. ഇറ്റ്സ് എ ഹൈ ഫീവർ റിസൾട്ടിംഗ് ഫ്രം എ റെഗുലേറ്റഡ് റൈസ് ഇൻ
ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ് ഈ യൂഷ്വലി റെസ്പോൺസ് ടു ഫിസിയോളജിക്കൽ ത്രെറ്റ് സച്ച് ആസ് എൻ ഇൻഫെക്ഷൻ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് അത് ഉണ്ടാവുക. മേ ബി ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് സച്ച് ആസ്, അപ്പോൾ കുട്ടികളിലാണെങ്കിൽ എന്തുണ്ടാവും, അപസ്മാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹൈപ്പർ പൈറക്സിയ കാരണം ഉണ്ടാവും. ഓക്കെ, hyperthermia by contrast is an unregulated rise in core body temperature and is the result of body's inability to thermoregulate. റെഗുലേറ്റർ, നമ്മളെ ഫാനിന്റെ റെഗുലേറ്റർ പോയാൽ എന്താ സംഭവിക്കുക, ഫാൻ ഹൈ സ്പീഡിൽ കറങ്ങൂലേ, അതേപോലെ തെർമോമീറ്ററിന്റെ ചൂട്, ശരീരത്തിന്റെ ചൂട് റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനം പോയതാവാം. അപ്പോൾ എന്താവും, ടെമ്പറേച്ചർ കൺട്രോൾ ഒന്നും ഇല്ലാതെ അങ്ങനെ കൂടി ഉള്ള ഒരു അവസ്ഥയിൽ വരും. അപ്പം എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കൊടുത്തിട്ട് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് റെഗുലേറ്റ് ചെയ്യും. Then hypothermia is defined as the body's temperature below 95 degrees of Fahrenheit. 35 ഡിഗ്രി സെന്റിഗ്രേഡിനേക്കാളും കുറഞ്ഞാൽ അതിനെയാണ് ഹൈപ്പോതെർമിയ പറയുന്നത്. This is the result of body losing more heat than it is producing. അപ്പോഴാണ് ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുതൽ ഹീറ്റ് പോണ സമയത്ത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക, ടെമ്പറേച്ചർ കുറവുണ്ടാവുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ അല്ലേ. So hypothermia commonly occurs in cases of environmental exposure to cool or cold temperatures or submersion in cold water. തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ തണുത്ത അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന സമയത്താണ് കൂടുതൽ ഹൈപ്പോതെർമിയ ഉണ്ടാവാൻ കാരണം. In general, a body temperature below 92 degrees of Fahrenheit or 33.3 centigrade is considered severe hypothermia and be life-threatening. Okay, so തണുപ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനും കൂടുന്നത് മാത്രമല്ല, പനി മാത്രമല്ല, അല്ലെങ്കിൽ ഹൈപ്പർതെർമിയ മാത്രമല്ല, ഹൈപ്പോതെർമിയയും ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആവാം. അപ്പോൾ ഹൈപ്പോതെർമിയ എന്താണ്, ഹൈപ്പർതെർമിയ എന്താണ്, ഫെബ്രൈൽ എന്താണ്, എഫെബ്രൈൽ എന്താണ്, അങ്ങനെ കുറച്ച് ടേംസ് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു. ഓക്കെ, സോ വിൽ സി വാട്ട് എഫക്ട് ഡസ് എക്സസൈസ് ഹാവ് ഓൺ യുവർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും. നമ്മൾ ഫിസിയോതെറാപ്പി പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യും. അപ്പം ബോഡിയിലെ ടെമ്പറേച്ചർ എന്താണ്, എക്സസൈസ് എന്ത് എഫക്റ്റ് ആണ് ബോഡി ടെമ്പറേച്ചറിന് ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? വേണം. ഓക്കെ, ആസ് വി എക്സസൈസ് മസിൽ വാം അപ്പ് ആൻഡ് ഫീൽ സ്വെറ്റ് ഫോമിങ്. ഉറപ്പല്ലേ, മസിൽസ് വാം അപ്പ് ചെയ്യും, നമ്മൾ വേർക്കും. ഈവൻ ബ്രെത്ത് ഫീൽസ് ഹോട്ട്, ശ്വാസമൊക്കെ ചൂടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇൻ 2 ways ബോഡി റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ: perspiration and respiration. Okay, muscle need a steady flow of energy to keep working. Okay, മസിലിന് എന്ത് വേണം, എനർജി വേണം ജോലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ മസിൽസ് മേക്സ് എനർജി. അപ്പൊ നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, മസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താവണം, മസിൽ വർക്ക് ചെയ്യാൻ എനർജി വേണം. എനർജി, മസിൽസ് എനർജി ഉണ്ടാക്കുന്ന സമയത്ത് എന്താവും, ഹീറ്റ് ക്രിയേറ്റ് ചെയ്യും. Okay, so body works hard to regulate this temperature change and keep within a safe range. ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ ബോഡി അതിനെ റെഗുലേറ്റ് ചെയ്യും. and keep within a safe range. In general, body's core temperature is increased during the whole body continuous work and exercise. നമ്മൾ പിന്നെ സ്ട്രെയിനസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ കോർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ്സ് ബിക്കോസ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ കൺട്രാക്ടിങ് മസിൽസ് ഈസ് യൂസ്ഡ് ഫോർ മസിൽ കൺട്രാക്ഷൻ ബൈ അബൌട്ട് 20%, and the other 80% is converted to heat energy. Okay, is it clear? Energy produced in contracting the muscles, മസിൽ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ ഒരു കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് 20% ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ കൺട്രാക്ടിങ് മസിൽസ് ഈസ് യൂസ്
for muscle contraction is by about 20% and other 80% is converted to heat energy and therefore increases the muscle temperature. Okay, so we'll stop today and in next class we will discuss about the vital signs, pulse and respiration. Hope it's clear for you and thank you.